ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ, PM കിസാൻ, ഡോക്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ്, WHO, ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസസ്. അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനെ കുറിച്ചാണ്. അപ്പോൾ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ വർഷത്തെ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ ആനുവൽ സമ്മിറ്റ് അല്ലെങ്കിൽ ഹെഡ്സ് ഓഫ് ഗവൺമെന്റ് സമ്മിറ്റ് നടക്കാൻ പോകുന്നത് പാകിസ്ഥാനിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അതിനകത്ത് പങ്കെടുക്കാനുള്ള സാധ്യത കുറവാണെന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി പാകിസ്ഥാനിൽ വിസിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിലും ഇന്ത്യൻ എക്സ്പ്രസിലും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഷാങ്ഹായ് പാക്ട് എന്ന് പറയുന്നത് യൂറേഷ്യൻ രാജ്യങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് സെക്യൂരിറ്റി അലയൻസ് ആണെന്ന് പറയാം. അപ്പോൾ ഇത് ബെയ്ജിങ്ങിലാണ് ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ഇത് ആക്ച്വലി 2001 ഈ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അന്ന് സെൻട്രൽ ഏഷ്യയിൽ നിന്നുള്ള 4 രാജ്യങ്ങൾ, അതായത് കസാക്കിസ്ഥാന്, കിർഗിസ്ഥാന്, താജിക്കിസ്ഥാന്, ഉസ്ബെക്കിസ്ഥാൻ എന്നീ 4 സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളും അതുപോലെ തന്നെ ചൈന, റഷ്യ എന്നീ രാജ്യങ്ങളും കൂടി ചേർന്നിട്ടാണ് ഈ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ 1990കളുടെ ഒരു മധ്യത്തിൽ വെച്ചിട്ട് 1996 ഈ പറയുന്ന 6 രാജ്യങ്ങളിലെ ഉസ്ബെക്കിസ്ഥാൻ ഒഴികെയുള്ള ബാക്കിയുള്ള 5 രാജ്യങ്ങൾ ചേർന്നിട്ട് ഷാങ്ഹായ് 5 എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കസാക്കിസ്ഥാന്, കിർഗിസ്ഥാന്, താജിക്കിസ്ഥാന്, റഷ്യ, ചൈന എന്നീ 5 രാജ്യങ്ങൾ ചേർന്നിട്ട് ഷാങ്ഹായ് 5 എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു സക്സസറാണ് ഈ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ 2001 ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ SCO എന്നുള്ള പേരിൽ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അന്ന് റഷ്യയും ചൈനയുമാണ് ഈ ഒരു ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട മെമ്പേഴ്സ് എന്നുള്ളതുകൊണ്ട് തന്നെ ഇതൊരു ചൈനയുടെ നെയ്റ്റോ ആയിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ ചൈനയുടെ ഭാവിയിലുള്ള ഒരു മിലിറ്ററി അലയൻസ് ആയിട്ട് ഇത് മേ ബി മാറുന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഈ വെസ്റ്റേൺ പൊളിറ്റിക്കൽ പണ്ഡിറ്റ്സ് ഒക്കെ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് അങ്ങനെ മാറിയിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നീട് 2002 ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ ചാർട്ടർ അവർ സൈൻ ചെയ്യുന്നത്. 2003 അത് നിലവിൽ വരുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കണം നിർബന്ധമില്ല. ജസ്റ്റ് ഇത് എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്, ഏതൊക്കെയായിരുന്നു ഫൗണ്ടിങ് മെമ്പേഴ്സ്, ഇത് ഷാങ്ഹായ് 5 എന്ന് പറയുന്ന ഓർഗനൈസേഷന്റെ ഒരു സക്സസർ ആയിട്ട് വന്നതാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പിന്നീട് 2017 ഇതിലേക്ക് പുതുതായിട്ട് 2-3 രാജ്യങ്ങളെ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 2017 അസ്താന സമ്മിറ്റിന്റെ സമയത്ത് ഇന്ത്യയും അതുപോലെ തന്നെ പാകിസ്ഥാനും ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനിലെ അംഗരാജ്യങ്ങളായിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ 2023 കഴിഞ്ഞ വർഷം ഇറാനും SCOയിലെ ഒരു അംഗരാജ്യമായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡി എന്ന് പറയുന്നത് ഇവരുടെ ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് കൗൺസിലാണ്, അല്ലെങ്കിൽ ചില സമയത്ത് ഇതിനെ ഹെഡ്സ് ഓഫ് ഗവൺമെന്റ് കൗൺസിൽ എന്നും വിളിക്കാറുണ്ട്. അതിന്റെ സമ്മിറ്റാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ വെച്ച് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കൗൺസിൽ വർഷാവർഷത്തിൽ ഒരിക്കലാണ് മീറ്റ് ചെയ്യുക, ആനുവൽ സമ്മിറ്റുകളിലൂടെയാണ് മീറ്റ് ചെയ്യാറുള്ളത്. അവരാണ് അതിന്റെ ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡി എന്ന് പറയുന്നത്. ഇനി ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനകത്തുള്ള അംഗരാജ്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഈസ്റ്റേൺ പാർട്ട് ഓഫ് ദി വേൾഡിൽ നിന്നായതുകൊണ്ട് തന്നെ ഇതിനെ ഒരു അലയൻസ് ഓഫ് ദി ഈസ്റ്റ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഡെവലപ്പിംഗ് വേൾഡിന്റെ പ്രധാനപ്പെട്ട അലയൻസ് ആയിട്ട് ബ്രിക്സിനെ കാണുന്നത് പോലെ ഈസ്റ്റിന്റെ ഒരു പ്രധാനപ്പെട്ട അലയൻസ് ആയിട്ട് ഈ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനെ കാണാറുണ്ട്. ഇനി അതുപോലെ തന്നെ ഇൻ ടേംസ് ഓഫ് പോപ്പുലേഷൻ ആണെങ്കിലും ഇൻ ടേംസ് ഓഫ് ടെറിട്ടറി ആണെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ റീജിയണൽ ഓർഗനൈസേഷൻ ആയിട്ട് കണക്കാക്കപ്പെടുന്നത് SCO ആണ്. കാരണം യൂറേഷ്യൻ കോണ്ടിനെന്റിന്റെ അല്ലെങ്കിൽ യൂറേഷ്യയുടെ ഏകദേശം 5/3 ഈ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ ടെറിട്ടറിയാണ്. അതുപോലെ തന്നെ ലോകത്തിന്റെ ടോട്ടൽ പോപ്പുലേഷന്റെ 50% കൂടുതൽ ഈ രാജ്യങ്ങളിലാണ് ഉള്ളത്. ഇനി ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. പക്ഷെ അതിനകത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും ഓർത്തിരിക്കേണ്ട ഒരു ഇനീഷ്യേറ്റീവ് ആണ് റാറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റീജിയണൽ ആന്റി ടെററിസ്റ്റ് സ്ട്രക്ചർ എന്ന് പറയും. ഇത് 2004 ഈ SCOയുടെ കീഴിൽ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട്, ഒരു പെർമനന്റ് ഓർഗനായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടതാണ്. ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കണ്ടിലാണ് ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ടെററിസം, സെപ്പറേറ്റിസം, എക്സ്ട്രീമിസം, അതുപോലെ തന്നെ ട്രാൻസ് ബൗണ്ടറി സ്മഗ്ലിംഗ് പോലുള്ള ഓർഗനൈസ്ഡ് ക്രൈം പോലുള്ള കാര്യങ്ങളിലുള്ള പരസ്പര സഹകരണത്തിന് വേണ്ടിയിട്ടാണ് ഈ റാറ്റ്സ് എന്ന് പറയുന്ന ഏജൻസിനെ, അല്ലെങ്കിൽ റാറ്റ്സ് എന്ന് പറയുന്ന സെപ്പറേറ്റ് എൻറ്റിറ്റി അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ SCOയുടെ ഒഫീഷ്യൽ വർക്കിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്നത് ചൈനീസും റഷ്യനുമാണ്. 2023 സമ്മിറ്റ് ഇന്ത്യ ആയിരുന്നു ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അറിഞ്ഞിരിക്കുക. ഈ വർഷത്തെ സമ്മിറ്റ് നടക്കാൻ പോകുന്നത് പാകിസ്ഥാനിലാണ്. ഓക്കെ, നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് PM കിസാൻ എന്ന് പറയുന്ന സെൻട്രൽ സെക്ടർ സ്കീമിനെ കുറിച്ചാണ്. അപ്പോൾ PM കിസാന്റെ പുതിയൊരു ഗഡുവിന്റെ റിലീസിനെ കുറിച്ച് ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 8 ഒരു വാർത്തയുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്.
അപ്പോൾ പി എം കിസാൻ എന്ന് പറയുന്നത് ബേസിക്കലി ഇതൊരു സെൻട്രൽ സെക്ടർ സ്കീമാണെന്ന് മനസ്സിലാക്കുക. സെൻട്രൽ സെക്ടർ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ഇതിൻ്റെ ഫണ്ടിങ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് വരുന്നത്. ഈ കിസാൻ എന്നുള്ള വാക്കിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ കർഷകരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഇൻപുട്ട് പ്രൊക്യൂർമെൻറ്റ്, അതുപോലെ തന്നെ ക്രോപ്പ് ഹെൽത്ത് ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ ഫാം ഇൻകം അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെ സഹായിക്കുക എന്നുള്ള കാര്യങ്ങളിലൊക്കെ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് സ്കീമാണ്. അതായത് ഒരു സബ്സിഡി അല്ല, ഇത് കർഷകർക്ക് പണം നേരിട്ട് കൈമാറുന്ന ഒരു സ്കീമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ സ്കീമിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് ഈ പറയുന്ന PM കിസാൻ സ്കീമിലെ ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള ഫാർമേഴ്സിന് വർഷാവർഷം 6000 രൂപ ഫിനാൻഷ്യൽ സപ്പോർട്ടായിട്ട് സെൻട്രൽ ഗവൺമെൻറ് നേരിട്ട് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിലൂടെ, അതായത് നേരിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൈമാറും. ഇത് ഈക്വൽ ആയിട്ടുള്ള 3 ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ടാണ്, അതായത് 2000 രൂപ വെച്ചിട്ടാണ് 3 പ്രാവശ്യമായിട്ട് ഇവർക്ക് കൊടുക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഈ PM കിസാൻ സ്കീമിനകത്തുള്ള സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറി ഗവൺമെൻറ്റുകൾക്ക് ഉള്ള ഒരു റോൾ എന്ന് പറയുന്നത് ഈ സ്കീമിലെ എലിജിബിൾ ഫാമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാതെ ഈ സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറി ഗവൺമെൻറ്റുകൾക്ക് ഈ സ്കീമിനകത്ത് വലിയ റോളൊന്നുമില്ല. കാരണം സെൻട്രൽ ഗവൺമെൻറ് ആണ് ഇത് ഫണ്ട് ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെൻറ് നേരിട്ടാണ് കർഷകർക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി ഇന്ത്യയിലുള്ള ഏകദേശം എല്ലാ കർഷകരും, ഏകദേശം 11 കോടിയോളം കർഷകർ ഇതിനകത്ത് കവേർഡ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ ചില വിഭാഗം കർഷകരെ ഈ PM കിസാൻ സ്കീമിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഏതൊക്കെയാണ് എക്സ്ക്ലൂഡഡ് കാറ്റഗറീസ് ഓഫ് ഫാർമേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ ലാൻഡ് ഹോൾഡേഴ്സ് ആണ്. രണ്ടാമതായിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റുകൾ ഹോൾഡ് ചെയ്യുന്ന കർഷകരായിട്ടുള്ള ആൾക്കാരുണ്ടാവും, ഓക്കെ, അല്ലെങ്കിൽ കൃഷി തൊഴിലാക്കിയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അതുപോലെ തന്നെ ഇലക്റ്റഡ് ഒഫീഷ്യൽസ്, ഗവൺമെൻറ് എംപ്ലോയീസ്, ഹൈ ഇൻകം പെൻഷനേഴ്സ്, ഇൻകം ടാക്സ് പേ ചെയ്യുന്ന ആൾക്കാർ, രജിസ്റ്റേർഡ് പ്രൊഫഷണൽസ് ലൈക്ക് ഡോക്ടേഴ്സ്, ലോയേഴ്സ് ഒക്കെ പോലുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രൊഫഷണൽസ്, ഇവരൊക്കൊന്നും ഇത്തരത്തിലുള്ള കർഷക ഫാമിലികൾക്കൊന്നും, ഇവരൊക്കെ ഉൾപ്പെടുന്ന കർഷക ഫാമിലികൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ഇനി PM കിസാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു PM കിസാൻ മൊബൈൽ ആപ്പ് ഇടക്കാലത്ത് NIC റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഈ ആപ്പ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഡോക്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ NGOയെ കുറിച്ചാണ്. അപ്പോൾ ഈ ഡോക്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സിനെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഗാസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ വളരെ മോശമായിട്ടുള്ള ഹ്യൂമാനിറ്റേറിയൻ സിറ്റുവേഷനെ കുറിച്ച് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 10 ഒരു വാർത്തയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഒരു പ്രധാനമായിട്ടും പറയുന്നത് ഈ ഡോക്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ് അവിടെ നടത്തിയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ്. ഈ ഡോക്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ടുള്ള ഒരാളാണ്, അതിൻ്റെ സൗത്ത് ഏഷ്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ടുള്ള ഒരാളാണ് ഈ ആർട്ടിക്കിൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഡോക്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ് അല്ലെങ്കിൽ മെഡിസിൻ സാൻസ് ഫ്രോണ്ടിയേഴ്സ് എന്ന് പറയുന്നത്, ഇത് ഫ്രഞ്ച് നെയിമാണ്, അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് ഡോക്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ് എന്നുള്ളത്. ഈ സംഘടനയുടെ ഒഫീഷ്യൽ നെയിം ഇതാണ്, MSF എന്നാണ്. ഓക്കെ, സോ ഇതൊരു ഇന്റർനാഷണൽ NGO ആണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ്, അതുപോലെ തന്നെ എമർജൻസി മെഡിക്കൽ അസിസ്റ്റൻസ് എന്നീ കാര്യങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു ഇന്റർനാഷണൽ NGO ആണ്. പ്രധാനമായിട്ടും ഈ കോൺഫ്ലിക്റ്റ് ഉള്ള സ്ഥലങ്ങൾ, അതുപോലെ തന്നെ ഈ ഫെമിന്, മറ്റുള്ള വലിയ രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഡിസീസിൻ്റെ ഔട്ട്ബ്രേക്ക് ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെ ആളുകൾക്ക് വൈദ്യസഹായം നൽകുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഇന്റർനാഷണൽ NGO ആണ് ഈ MSF അല്ലെങ്കിൽ ഡോക്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ് എന്ന് പറയുന്നത്. ഇത് 1971 ഈ നൈജീരിയൻ സിവിൽ വാറിൻ്റെ സമയത്ത്, ഈ നൈജീരിയ എന്നുള്ളൊരു ബ്രേക്ക് അവേ റിപ്പബ്ലിക് ഉണ്ടായിരുന്നു, അതിൻ്റെ പേരാണ് ബിയാഫ്രാൻ എന്ന് പറയുന്നത്. നൈജീരിയയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ഒരു 1967-70 കാലഘട്ടത്തിൽ ഒരു ഡെഫാക്റ്റോ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു രാജ്യമാണ് ബിയാഫ്രാൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ നൈജീരിയൻ ഗവൺമെൻറ് ഈ പ്രദേശത്തിനെ തിരിച്ചു പിടിക്കാൻ നോക്കുന്ന സമയത്ത് അതൊരു സിവിൽ വാറിന് കാരണമാകുന്നുണ്ട്. ആ സിവിൽ വാറിൻ്റെ സമയത്ത് വലിയൊരു ക്ഷാമം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഈ ഡോക്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് രൂപം നൽകുന്നത്. ഈ പാരീസ് വെച്ചിട്ട്, അതായത് ഫ്രാൻസിൻ്റെ തലസ്ഥാനമായിട്ടുള്ള പാരീസിൽ വെച്ചിട്ട് ഒരു കൂട്ടം ജേർണലിസ്റ്റുകളും ഡോക്ടേഴ്സും കൂടി ചേർന്നിട്ടാണ് ഈ സംഘടനയ്ക്ക് രൂപം നൽകുന്നത്. ഇനി ഈ സംഘടനയുടെ ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവരുടെ ഈ പ്രവർത്തനങ്ങൾക്കുള്ള പണം അവർ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളണ്ടറി കോൺട്രിബ്യൂഷൻസിലൂടെയാണ് മറ്റുള്ള NGOs ഒക്കെ പോലെ തന്നെ ഇവരും പണം കണ്ടെത്തുന്നത്. അതിനകത്ത് 90% പ്രൈവറ്റ് ഡോണേഴ്സ് ഫണ്ടിങ് ആണ്, അതായത് സ്വകാര്യ വ്യക്തികൾ നൽകുന്ന സംഭാവനയാണ്. ബാക്കിയുള്ളത് മാത്രമാണ് കോർപ്പറേറ്റ് ഫണ്ടിങ് എന്ന് പറയുന്നത്. ഇനി ഇവരുടെ പ്രവർത്തനത്തിന് ഉള്ളൊരു റെക്കഗ്നിഷൻ എന്നുള്ള രീതിയിൽ 1999 ഇവർക്ക് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് WHO കുറിച്ചാണ്, അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനെ കുറിച്ചാണ്.
അപ്പോൾ ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ എംപോക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിനുള്ള ഫസ്റ്റ് എംപോക്സ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിനുള്ള അപ്രൂവൽ WHO കൊടുത്തതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 14 വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ അപ്പോൾ WHO എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ്. 1948 ഏപ്രിൽ 7-നാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഇത് UN-ൻ്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണെന്ന് ഓർത്തിരിക്കുക. ഇവരുടെ ആസ്ഥാനം വരുന്നത് അല്ലെങ്കിൽ ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ്. ഇനി ഇത് കൂടാതെ ഇവർക്ക് 6 റീജിയണൽ ഓഫീസസ് ഉണ്ട്. ആഫ്രിക്ക, അമേരിക്കാസ്, അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ, യൂറോപ്പ്, ഈസ്റ്റേൺ മെഡിറ്ററേനിയൻ, വെസ്റ്റേൺ പസഫിക് എന്ന് പറഞ്ഞിട്ട് 6 റീജിയണൽ ഓഫീസസ് ഉണ്ട്. നിലവിൽ 194 അംഗരാജ്യങ്ങളാണ് WHO-ലുള്ളത്. ഇനി WHO-യുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഗ്ലോബൽ ലീഡർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഹെൽത്ത് റിസർച്ചിൻ്റെ അജണ്ട സെറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള നോംസ്, സ്റ്റാൻഡേർഡ്സ് ഒക്കെ സെറ്റ് ചെയ്യുക, എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള പോളിസി ഓപ്ഷൻസിനെ ആർട്ടിക്കുലേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഈ ഹെൽത്ത് ട്രെൻഡ്സുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിൽ അസസ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക, അതുപോലെ തന്നെ രാജ്യങ്ങൾക്ക് ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഇനി WHO-യുടെ ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡി എന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് അസംബ്ലിയാണ്. അപ്പോൾ ഈ വേൾഡ് ഹെൽത്ത് അസംബ്ലി എന്ന് പറയുന്നത് WHO-യിലെ എല്ലാ അംഗരാജ്യങ്ങളും കൂടി ചേരുന്ന ഒരു ബോഡിയാണെന്ന് മനസ്സിലാക്കുക. ഇത് കൂടാതെ ഇവർക്കൊരു എക്സിക്യൂട്ടീവ് ബോർഡുണ്ട് ഇവരുടെ ഡേ ടു ഡേ അഫയേഴ്സ് ഒക്കെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആ എക്സിക്യൂട്ടീവ് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 34 ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെമ്പേഴ്സ് ആയിരിക്കും. ഇവരെ 3 വർഷ ടെന്യൂറിലേക്കാണ് ഇലക്ട് ചെയ്യുന്നത്. ഇനി WHO-യുടെ അഡ്മിനിസ്ട്രേറ്റീവ് സൈഡ് നോക്കാൻ വേണ്ടിയിട്ട് ഇവർക്കൊരു സെക്രട്ടേറിയറ്റ് ഉണ്ട്. അത് ബേസിക്കലി ഈ വേൾഡ് ഹെൽത്ത് അസംബ്ലി തീരുമാനിച്ചിട്ടുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ എടുത്തിട്ടുള്ള പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ബോഡിയാണ് ഈ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇവരെ ഹെഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡയറക്ടർ ജനറലും ഉണ്ടാവും. ഈ ഡയറക്ടർ ജനറലിനെ വേൾഡ് ഹെൽത്ത് അസംബ്ലിയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അദ്ദേഹമാണ് ഇവരുടെ സീനിയർ മാനേജ്മെന്റ് ടീമിനൊക്കെ ഹെഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് GSPയെ കുറിച്ചാണ്, അല്ലെങ്കിൽ ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസസിനെ കുറിച്ചാണ്. സോ ഈ ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 15 ഒരു വാർത്തയുണ്ട്. അതായത് ഇന്ത്യക്ക് തന്നുകൊണ്ടിരുന്ന GSP 2018 USA അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചകളെ കുറിച്ചിട്ടുള്ള ഒരു വാർത്തയാണ് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 15 വന്നിട്ടുള്ളത്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ, അതായത് വികസിത രാജ്യങ്ങൾ ഡെവലപ്പിംഗ് രാജ്യങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു യൂണിലാറ്ററൽ സ്കീമാണ്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസിന്റെ ഭാഗമായിട്ട് ഡെവലപ്പിംഗ് കൺട്രീസ് ഡെവലപ്ഡ് കൺട്രീസിൽ, അതായത് വികസ്വര രാജ്യങ്ങൾ, ഇപ്പോൾ ബംഗ്ലാദേശ് അല്ലെങ്കിൽ ഇന്ത്യയൊക്കെ പോലുള്ള വികസ്വര രാജ്യങ്ങൾ, അമേരിക്കയൊക്കെ പോലുള്ള വികസിത രാജ്യങ്ങളുമായിട്ട് കച്ചവടം നടത്തുമ്പോൾ നമ്മൾ ആ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട്സ് നടത്തുന്ന സമയത്ത്, ആ രാജ്യങ്ങളിലേക്ക് സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഡെവലപ്പിംഗ് കൺട്രീസ് നടത്തുന്ന എക്സ്പോർട്ടിന്റെ മുകളിൽ ഈ രാജ്യങ്ങൾ വലിയ കാര്യമായിട്ടുള്ള കസ്റ്റംസ് ഡ്യൂട്ടി ഒന്നും ഇമ്പോസ് ചെയ്യില്ല. ചില സമയത്ത് അവർ കസ്റ്റംസ് ഡ്യൂട്ടി കൺസെഷൻസ് തരും, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ചില വസ്തുക്കളുടെ മുകളിലുള്ള കസ്റ്റംസ് ഡ്യൂട്ടി അവർ എലിമിനേറ്റ് ചെയ്തു തരും. അപ്പോൾ അതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ ഈ ഡെവലപ്പിംഗ് രാജ്യങ്ങളുടെ ഡെവലപ്മെന്റിനെ അവർക്ക് സഹായിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതൊരു യൂണിലാറ്ററൽ സ്കീമാണെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പകരം ഈ ഡെവലപ്ഡ് കൺട്രീസിന് ഈ സെയിം പ്രിഫറൻസസ് ഡെവലപ്പിംഗ് കൺട്രീസ് കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇതൊരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഒന്നും പോലെയല്ല. ഡെവലപ്പിംഗ് കൺട്രീസിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ വ്യാപാരം വർദ്ധിപ്പിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡെവലപ്ഡ് കൺട്രീസ് ചെയ്തു കൊടുക്കുന്ന ഒരു ഡ്യൂട്ടി കൺസെഷന്റെ ഒരു കാര്യമാണ് ഈ ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു കൃത്യമായിട്ടുള്ള ഡെഫിനേഷൻ ഒന്നുമില്ല എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് ചെയ്യേണ്ടതെന്നുള്ളത്. ഇത് ചില സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കസ്റ്റംസ് ഡ്യൂട്ടിയിലൊക്കെ ഉള്ള അല്ലെങ്കിൽ താരിഫിന്റെ എലിമിനേഷൻ ആയിരിക്കും. കംപ്ലീറ്റ്ലി ചില സാധനങ്ങളുടെ മുകളിലുള്ള താരിഫ് അവർ ഒഴിവാക്കി തരും, അല്ലെങ്കിൽ റിഡക്ഷൻ ആയിരിക്കും, അത് കുറച്ച് തരും. ഓക്കെ, അതായത് എലിജിബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സിന്റെ മുകളിലുള്ള ഒരു ലിസ്റ്റ് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ടാകും. ആ ലിസ്റ്റ് ഓഫ് പ്രൊഡക്ട്സിന്റെ മുകളിലുള്ള താരിഫ് അവർ എലിമിനേറ്റ് ചെയ്ത് തരുമോ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്ത് തരുമോ ഒക്കെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് റെസിപ്രോക്കേറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് മനസ്സിലാക്കുക. ഇനി GSP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലുള്ള ഒരുപാട് ഡെവലപ്ഡ് കൺട്രീസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഏറ്റവും ട്രേഡ് വോളിയം വെച്ച് നോക്കിക്കഴിഞ്ഞാലും ഇതിൻ്റെ ഒരു കോമ്പോസിഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാലും കുറച്ചും കൂടി ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള GSP ഉള്ളത് യൂറോപ്യൻ യൂണിയനും അതുപോലെ തന്നെ അമേരിക്കക്കും ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ എക്സ്പോർട്ടിന്റെ ഏകദേശം 40% യൂറോപ്യൻ യൂണിയനിലേക്കാണ് പോകുന്നത്. ഇന്ത്യയുടെ യൂറോപ്യൻ യൂണിയനിലേക്ക് പോകുന്ന എക്സ്പോർട്ടിന്റെ ഏകദേശം 40% ഈ യൂറോപ്യൻ യൂണിയന്റെ GSPക്കകത്ത് കവേർഡ് ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ US-ന്റെ കേസിലാണെങ്കിൽ
ഇന്ത്യയിൽ നിന്ന് യു എസിലേക്കുള്ള എക്സ്പോർട്ടിന് ഏകദേശം 10% ഈ GSPയുടെ കീഴിലായിരുന്നു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 2018-19 കാലഘട്ടത്തിൽ ഇന്ത്യക്ക് തന്നിരുന്ന GSP അമേരിക്ക വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു ഓൾ.